ഈ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ പൊതുസമൂഹം ആദ്യം ഒരു വേട്ടക്കാരന്റെ ഒരു രൂപത്തിൽ നിർത്തുന്നത് ഇന്നത്തെ ഒരു സിനിമയാണ്. മാർക്കോ പോലുള്ള ഇറച്ചിപ്പടങ്ങൾ അല്ലെങ്കിൽ ചോര പടങ്ങൾ, അനവധി സിനിമകൾ പൈശാചികമായിട്ട് കൊലപാതകം ചെയ്യുന്ന നായകനെ അത് വാഴ്ത്തിപ്പാടുന്ന സിനിമകൾ, ആ ക്രൂരതയുടെ ഏതറ്റം വരെയും സ്ക്രീനിൽ കാണിക്കാവുന്ന രീതിയിലേക്ക് സിനിമ അധപതിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട പല പ്ലാറ്റ്ഫോമുകളിലും ഈ ഷെക്കീന ബിഗ് ഡിബേറ്റുമായി ബന്ധപ്പെട്ട അങ്ങ് ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. സിനിമയ്ക്ക് ഒരു സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷെ എങ്കിൽ പോലും ഈ മാറുന്ന സാഹചര്യത്തിൽ 2025 പിറവിയെടുത്ത ഒരു 100 ദിവസം പോലും ആകുന്നതിന് മുമ്പ് നിരവധി കൊലപാതകങ്ങൾ, അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, അതും സ്വന്തം ഭവനത്തിൽ വെച്ച് തന്നെ പല കൊലപാതകങ്ങളും അരങ്ങേറുന്നു. ഇത്തരത്തിലുള്ള ഒരു ക്രൂര മനോഭാവത്തിലേക്ക് നമ്മുടെ യുവത്വം മാറുന്നതിൽ സിനിമയ്ക്കുള്ള ഒരു പങ്ക് എത്രത്തോളമുണ്ട്? ഈ അഫാന്റെ കേസ് തന്നെയാണെങ്കിലും ഈ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് സിനിമ ആ വ്യക്തിയെ, ആ ചെറുപ്പക്കാരനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. മറ്റു പല കൊലപാതകങ്ങളും സിനിമയുടെ ഒരു സ്വാധീനം കൃത്യമായിട്ടും പ്രകടമായിരുന്നു. അപ്പോൾ ഈ സിനിമ എത്രത്തോളം ഈ ക്രൂര കൃത്യങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നയിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്? ആ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഒരു ഉത്തരവാദിത്ത ബോധത്തിലേക്ക് സിനിമ മേഖലയിലുള്ളവർ മാറേണ്ടതുണ്ട് ശ്രീ രാമസിംഹൻ? സിനിമ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ആർട്ടാണ്, നമ്മൾ അങ്ങനെയാണ് പറയുക. സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വെളിച്ചത്തിൽ ഷൂട്ട് ചെയ്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ആ ഇരുട്ട് എന്ന് പറയുന്നത് ഓഡിയൻസിനെ നിർബന്ധമായിട്ടും ഒരു സീറ്റിലേക്ക് ഇരുത്തിയിട്ട് എല്ലാ വാതിലുകളും അടച്ച് ഈ ഓഡിയൻസിന്റെ മസ്തിഷ്കത്തിലേക്ക് ഡയറക്റ്റ് ഇൻജക്ട് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടാണ് സിനിമ. മറ്റ് ആർട്ടിനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന പ്രതലം നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു ഒരു സമൂഹത്തിനെ കണ്ടുകൊണ്ട് നമ്മൾ പരസ്പരം റിയാക്ട് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു. ഇങ്ങനെയാണ് മറ്റെല്ലാ കലകളെയും നമ്മൾ കാണുന്നത്. പക്ഷെ സിനിമയ്ക്കൊരു ഒരു കുഴപ്പമുള്ളത്, അത് ഈ സംവിധായകന്റെ മാത്രം ആജ്ഞയ്ക്ക് വിധേയനായിട്ട് ഒരു പ്രേക്ഷകൻ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടുപിടിച്ച് ആദ്യം ഈ സിനിമയുടെ നമ്മളൊരു ഡോക്യുമെന്റേഷൻ ലെവലിലെത്തിയപ്പം ലെനിൻ ഈ സിനിമ എന്ന് പറയുന്ന ആ ശാസ്ത്രം കണ്ടിട്ട് ലെനിൻ ആദ്യം പറഞ്ഞത് ഇത് പ്രൊപ്പഗണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയമാണെന്ന് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തെ നേരിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കലയാണ് സിനിമ എന്ന് ആദ്യം ഈ പറയുന്ന ലെനിനാണ്. അതുകൊണ്ട് തന്നെയാണ് ലെനിൻ അല്ലെങ്കിൽ ചൈന ഒക്കെ സിനിമ വിപ്ലവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ചെറുപ്പക്കാരെ പെട്ടെന്ന് വിപ്ലവത്തിലേക്ക് എടുത്ത് ചാടിക്കാനും ആയുധങ്ങൾ ഉപയോഗിക്കാനുമുള്ള ഒരു ത്വര ഉണ്ടാക്കിയതും ഇതൊക്കെ സിനിമയുടെ ഭാഗമാണ്. അപ്പൊ സിനിമ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു മീഡിയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള നമ്മൾ ഈ സിനിമയിലേക്ക് വരുന്നത് കലാകാരന്മാരായിരുന്നു. ഇന്ന് കലാകാരന്മാരല്ല, ഇന്ന് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആണ് ഇന്ന് സിനിമയുടെ പിന്നാമ്പുറത്തിരിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്നത് നാട്ടിൻപുറത്ത് നാടകം കളിച്ച് നാട്ടുകാരെ അറിഞ്ഞ് നമ്മളൊരു പൊതു സമൂഹത്തിന്റെ പൾസ് അറിഞ്ഞ് അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മൾ തമിഴൻ പറയുന്ന പോലെ മൺപാശം, ഈ തായ്പാശം, തങ്കൈ പാശം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സൊസൈറ്റിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളാണ് നമ്മളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് മാറി ഇവരും ഒരു ടെക്നിക്കൽ മീഡിയമായിട്ട് മാറുമ്പം അവിടെ മനുഷ്യന്റെ മനസ്സിനൊന്നും ഒരു പ്രാധാന്യമില്ല. കാരണം ഇവർ കണ്ടു വളർന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ന്യൂജൻ ഫിലിം മേക്കേഴ്സ് അവർ വളർന്നു വന്നത് ഈ ആധുനികമായിട്ടുള്ള എന്താ പറയാ, നമുക്ക് ഗെയിംസ്, ഇപ്പം നമുക്കറിയാലോ, നിരന്തരമായി മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്നു, അറുത്ത് കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, ഇത്തരത്തിലുള്ള ഒരു ആ മീഡിയയിലൂടെയാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ വളർന്നു വരുന്നത്. അപ്പൊ നമുക്കൊന്നും ഇപ്പോഴത്തെ ഗെയിമൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനൊരു ടെക്നിക്കൽ ഒരു പേഴ്സണാലിറ്റി മാത്രമേ ഉള്ളൂ. അവന് സൊസൈറ്റി എന്താണെന്ന് അറിയില്ല. അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ സഹോദരി, ഭാര്യ, മക്കൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഈ പറയുന്ന ടെക്നീഷ്യൻസിന് അറിയില്ല. അവനെ സംബന്ധിച്ചോളം ഏറ്റവും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ എന്താണ് വിറ്റഴിക്കാൻ പറ്റുക. നമുക്ക് 2000 വരെ എടുക്കുക. 2000-ന് മുമ്പുള്ള സിനിമയും 2000-ന് ശേഷമുള്ള സിനിമയാണ് ഞാൻ ഇരിക്കുന്നത്.
ഞാനൊക്കെ 2004 സിനിമ ഏകദേശം നിർത്തുന്നത്. കാരണം ഈ ഈ നമ്മൾ പറയുന്നത് ആധുനിക സിനിമ എന്ന് പറഞ്ഞിട്ട് വന്ന്, അതായത് എന്തും പറയാം, എന്തും കാണിക്കാം, എന്തും ചെയ്യാം, ന്യൂജൻ സിനിമ. ന്യൂജൻ സിനിമ. ഓക്കെ. അവിടെ എനിക്ക് തോന്നുന്നു ആ ന്യൂജൻ സിനിമയുടെ തുടക്കത്തിൽ വന്നിരിക്കുന്നത് ഒക്കെ തന്നെയും ഒരു സ്ത്രീയുടെ, നമ്മൾ അന്ന് വരെ പറയാത്ത കാര്യങ്ങൾ പറയാം, സ്ത്രീയുടെ അവയവങ്ങളെ കുറിച്ച് പറയുക, അവരുടെ ബോഡി ഷെയ്മിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊന്ന് വന്നിരിക്കുന്നത് വ്യംഗ്യാർത്ഥത്തിലുള്ള തോന്നിവാസം, അങ്ങനെ തന്നെ വേണം പറയാം, വ്യംഗ്യാർത്ഥത്തിലുള്ള തോന്നിവാസം. അതിൽ തുടങ്ങി പിന്നീട് ഈ ഏറ്റവും മ്ലേച്ഛമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള സിനിമകൾ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഭാഷ ആദ്യം ഇല്ലാതെയായി, രണ്ടാമത് ലഹരി അവിടെയൊക്കെ കയറി വന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കഴിഞ്ഞപ്പോൾ മൂന്നാമത് ലഹരിയുടെ ഉപയോഗം കഴിഞ്ഞ പിന്നെ വയലൻസ് ആണ്, അത് സംശയമില്ല. ലഹരി, പ്രത്യേകിച്ചും ആധുനിക ലഹരി, അത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇഫക്റ്റ് വയലൻസ് ആണ്. ഇത് സൃഷ്ടിക്കുന്നവരും ഇതിൽ അഭിനയിക്കുന്നവരും ഒക്കെ ഇതിന്റെ ഉപഭോക്താക്കളാണെന്നാണ് ഇപ്പൊ പൊതുവെയുള്ള അറിവ്. അവൻ ലഹരിയിലാണ് എഴുതുന്നത്, അവൻ ലഹരിയിലാണ് അഭിനയിക്കുന്നത്, അവൻ ലഹരിയിലാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പൊ തന്നെ അവരെ സംബന്ധിച്ചോളം ഒരു നോർമൽ അവസ്ഥ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനിത് ഒന്നടങ്കം പറയല്ല, പക്ഷെ ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷനിൽ ഇതിന് ഭാഗമല്ലാത്ത ആർട്ടിസ്റ്റ് ആരാണ്, ടെക്നീഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പണ്ടൊക്കെ നമ്മൾ പറയും ആള് മദ്യപിക്കും, ഇയാൾ മദ്യപിക്കും. ശരിയാണ്, ആ മദ്യപാനത്തിന് നമുക്കറിയാം. കാരണം അടുത്ത് വരുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയോ, മണം അറിയും. നമ്മൾ പറയും ചേട്ടാ ഈ പണി നടക്കൂല കേട്ടോ, മദ്യപിച്ച് സെറ്റ് വരാൻ പറ്റില്ല, നമ്മൾ ആദ്യമേ വാൺ ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല, ഇവന് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഇവൻ എപ്പോഴാ കത്തിയെടുക്കുക, ഇപ്പൊ എപ്പോഴാ കുത്തുക എന്ന് നമുക്കറിയില്ല. അപ്പൊ അവന്റെ മനസ്സിന്റെ ഒരു പ്രതിഫലം തന്നെയാണ് ഈ ആധുനിക സിനിമ, ഇപ്പോഴത്തെ ഈ ന്യൂ ജന്മ സിനിമ എന്ന് പറഞ്ഞാൽ. അവന്റെ ബന്ധങ്ങളൊക്കെ ഉടഞ്ഞു പോയിരിക്കുന്നു. അവന് സൊസൈറ്റി എന്താണെന്ന് അറിയില്ല, കാരണം അവരുടെ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ ആദ്യമേ ഒന്ന് വിശകലനം ചെയ്യണം. പണ്ട് നമ്മൾ കുടുംബം എന്ന് പറഞ്ഞ് ആ കുടുംബത്തിൽ ഒട്ടി നിന്നാണ് നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കുടുംബമില്ല, ആ പകരം കുടുംബത്തിന് പകരം ഇവരുടെ ഒരു എന്താണ് പറയുന്നത്, കുറച്ച് ഗാങ്സ്റ്റേഴ്സ് അങ്ങനെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുന്നേ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ ആദ്യം വിലയിരുത്തണം. കാരണം ആ കുടുംബം തന്നെയാണ് ഇത്തരം സിനിമകളിലേക്ക് ഈ കുട്ടികൾ പോകാനും അത്തരം ചിന്താഗതിയിലേക്ക് മാറാനും അടിസ്ഥാനപരമായി നമ്മുടെ സൊസൈറ്റിയിൽ വന്ന കുടുംബ ബന്ധങ്ങളിൽ വന്ന മാറ്റം. അത് തന്നെയാണ് ഈ സിനിമാക്കാരന്റെ കുടുംബ ബന്ധമില്ലാത്തതുകൊണ്ടാണ് സിനിമാക്കാരൻ ഇങ്ങനെ ചെയ്യുന്നത്. സംവിധായകനും നടനും ആരായിക്കോട്ടെ, അവന് ഒരു സൊസൈറ്റി, താൻ ജീവിക്കുന്ന സൊസൈറ്റി താൻ ചെയ്യുന്നത് മൂലം ഇല്ലാതാവുന്നു അല്ലെങ്കിൽ നശിക്കുന്നു എന്ന് പറയുന്നത്, അതിന് മുഴുവൻ വയലൻസ് എന്ന് പറയുമ്പോൾ ഒരു അഭിമാനത്തോടു കൂടി പറയുന്ന നടനെ നമുക്ക് അംഗീകരിക്കും. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, അത്രമാത്രം വയലൻസ് ആണെന്ന് പറഞ്ഞു. ഉണ്ണിമുന്നൻ എനിക്ക് നല്ല ഇഷ്ടമുള്ള നടനാണ്, പക്ഷെ ഞാൻ ആ സിനിമ കാണാൻ പോയിട്ടില്ല, അതിന്റെ അഭിപ്രായം കേട്ടത് തന്നെ. പക്ഷെ ആ സിനിമ ഭയങ്കര ഹിറ്റാവും. അവിടെയാണ് ഏറ്റവും വലിയ കണ്ടുകൊണ്ടിരിക്കാവുന്ന ഫാമിലി സിനിമകൾ ഫ്ലോപ്പ് ആവുകയും ഇത്തരം ഈ കൊടും ക്രൂരതകളുള്ള സിനിമകൾ സക്സസ് ആവുകയും ചെയ്യുമ്പോൾ അതിന്റെ പുറകെയാണ് ആൾക്കാർ ഓടുന്നത്. അതെ, അത് വലിയൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ശ്രീ രാമസിംഹൻ? അതായത് ഇത്തരം സിനിമകൾക്ക് കൈയടിക്കാൻ ഇവിടെ ആളുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അത് നല്ല ഗുഡ് ഫീലിംഗ് മൂവീസ് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതൊന്നും സക്സസ് ആവുന്നത് പലപ്പോഴും അത് OTT-ലൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇത്ര മനോഹരമായിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പ്രേക്ഷകരെ പോലും അറിയുന്നത്. പക്ഷേ ഇത്തരം സിനിമകൾ തിയേറ്ററിൽ കൈയടിക്കാൻ എങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ കിട്ടുന്നു? അത് ചർച്ച ചെയ്യേണ്ട ഒരു ചോദ്യം തന്നെയല്ലേ? ആ ആൾക്കൂട്ടത്തെ ശരിക്കും സൃഷ്ടിക്കപ്പെടുന്നതാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെയല്ല. ഒരു സിനിമ ഇവർ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇവരെ എന്തൊക്കെ മാർഗം ഉപയോഗിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ എല്ലാ മാധ്യമങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വളരെ സമർത്ഥമായിട്ടാണ് ഇവര് ഇതിനെ സക്സസ് ആക്കി എടുക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്, ഇതിന് തത്തുല്യമായിട്ട് വാർത്താ മാധ്യമങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നല്ലൊരു സിനിമ എടുത്താൽ അതിന് ഒരു പ്രൊമോഷനും ഇല്ല. എന്നാൽ ഇത്തരം ആളുകളുടെ വലിയൊരു വരുമാനം ഇവർക്ക് വരുന്നുണ്ട് രണ്ട് രീതിയിൽ. ഇപ്പൊ നമുക്കറിയാം, ഒരു 2000-ന് മുന്നേ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ വൈകുന്നേരങ്ങളിൽ കൊലപാതക സീരീസ് 1 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇത്ര നീളമുള്ള കത്തി, അത് ഇന്ന രീതിയിൽ വീശി, ഇത്ര ആഴത്തിൽ കുത്തി ഇറക്കി, അമ്മയുടെ കഴുത്ത് ഇങ്ങോട്ടായിരുന്നു,
അമ്മയുടെ നെഞ്ചി വിടർന്നു. അതിനുശേഷം ഈ രീതിയിലാണ് ഇപ്പോൾ വൈകുന്നേരം വരുന്ന നമ്മുടെ ഈ ഒരു അത് ചാനൽ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെ? ആ ഒരു സീരീസിലാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. കാണിക്കുന്നുണ്ട് അവര് യെസ് യെസ്. എങ്ങനെ ചെയ്യുന്നു. ഓക്കെ ഈ ഓക്കെ. ഒരു സിനിമയിൽ വന്ന ഈ സിനിമയെക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട്, കാരണം ഈ യെസ് യെസ്. വയലന്റ് നടന്ന ബ്ലഡ് ഒലിച്ച് ബ്ലഡ് ഒലിച്ചിടുന്നത് ഇപ്പൊ ഓക്കെ. ഇന്നലെ തന്നെ വെച്ചു. ആ കുട്ടി 5 കൊലപാതകം കഴിയുമ്പോൾ അത് എങ്ങനെ പോയി, എവിടെ നിന്ന് പുറപ്പെട്ടു, എങ്ങനെയൊക്കെ നടന്നു, എങ്ങനെയാണ് എവിടെ നിന്നാണ് ചുറ്റിയൊക്കെ പാടിച്ചത്, ഏത് രീതിയിലാണ് ചുറ്റി, ഇത് കാണുന്നവനെ ഇതൊരു ഈസി ആയിട്ട് മാറും. ഓക്കെ. യെസ് ഒരു യെസ്. കൊലപാതകത്തെ നമ്മൾ ഇങ്ങനെ വിവരിച്ചു കൊടുത്താൽ, ഇങ്ങനെ അടിച്ചാൽ ഇത്ര പെട്ടെന്ന് ചാവും എന്നുള്ളത് ഓക്കെ നമ്മൾ ഓക്കെ. പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ. വ്യക്തമാണ്. അതല്ലേ യെസ്. ഏറ്റവും വലിയ കുഴപ്പം. ഇങ്ങനെ അതെ അടിച്ചാൽ ഇത്ര സെക്കൻഡ് കൊണ്ട് ചാവും അതെ അതെ. എന്ന് പത്രമാധ്യമങ്ങൾ, ഈ മനോരമയും ഏഷ്യാനെറ്റും അടക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഇതിന് പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഓക്കെ സിനിമ മാത്രമല്ല, ഓക്കെ അവരാണ് ഇതിനേക്കാൾ, കാരണം ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് അവരാണ്. ഓക്കെ ഇതിൽ ഓക്കെ നല്ല വയലൻസ് ഉണ്ട്. ഓക്കെ ആ വയലൻസ് ആണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആരാണ്? മീഡിയ യെസ്. ആണ്. ഓക്കെ ഓക്കെ. അതിന് നെഗറ്റീവായിട്ട് ഒരാളും ഒന്നും പറയുന്നില്ല. യെസ് യെസ്. സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാധ്യമങ്ങൾ. ആ ഓക്കെ. മാധ്യമങ്ങൾ ഇതിന് കൂട്ടു നിൽക്കുകയാണ്.